നമ്മുടെ വണ്ടി ഇടിച്ച് ഇത് ഫുൾ പണിയായാലും ഇതിപ്പോ മൊത്തം ബ്ലോക്ക് ആവും നോക്കി. എന്റെ പൊന്നെ, ഇതാണ് നിങ്ങളൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞേ. വണ്ടി തിരിക്കാൻ പറ അവരോട്. വണ്ടി തിരിക്ക് ചേച്ചി, വണ്ടി തിരിക്ക്. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ഡുവിലാണ്. നമസ്കാരം ചെങ്ഡു. വി ആർ ഇൻ ചൈന. സിച്ചുവാൻ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ചെങ്ഡുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ ഇറങ്ങി നമ്മൾ ഇന്ന് പാൻഡ കുട്ടികളെ കാണാൻ വേണ്ടി പോവാണ്. യെസ്, വി ആർ ഗോയിങ് ടു മീറ്റ് സം ക്യൂട്ട് പാൻഡാസ് അല്ലേ. ഇന്ന് നമ്മൾ പൊളിക്കും. ഇന്ന് പാൻഡകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ പറ്റുമോ? ഉമ്മ കൊടുത്തു കഴിഞ്ഞാലേ മറ്റേ കിലുക്കത്തിലെ ജഗതിന്റെ അവസ്ഥ ആവും. ഞാൻ ഇതുവരെ പാൻഡകളെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ എനിവേ പാൻഡകളുടെ ഇഷ്ടംപോലെ ടോയ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഋഷിക്കുണ്ട് പാൻഡയുടെ ടോയ്സ്. അപ്പോൾ ഋഷിക്ക് ഒരു പാൻഡയുടെ ടോയ്സൊക്കെ വാങ്ങണം. അപ്പോൾ ടെക് ട്രാവലീറ്റ് നമ്മൾ കേരളത്തിൽ നിന്നും ലണ്ടനിലേക്ക് വിമാനമെടുക്കാതെ പോകുന്ന KLT UK സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അടിപൊളിയാട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. സൂപ്പറാ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. ഇപ്പൊ ബാക്ക് പാക്കർ ആയോ? ഫ്രണ്ടിലും അത് വേറെ പാക്ക് ഉണ്ട്. അത് 6 പാക്ക് അല്ല 10 പാക്ക് ആണ്. എന്തെങ്കിലും മറന്നോ? അത് സ്വാഭാവികമാണല്ലോ, സ്ഥിരമാണല്ലോ. അത് കുറച്ച് വിലയുള്ളതാണ്. അപ്പോൾ നമ്മൾ പാൻഡകളുടെ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഹോട്ടലിൽ നിന്നൊരു 10-40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ വി ഗോ. ഇവിടുത്തെ ബസ്സുകളൊക്കെ നോക്കി, എന്ത് ക്യൂട്ട് വണ്ടികളാണെന്ന് നോക്കി, അടിപൊളി. അപ്പോൾ നമ്മുടെ സൈർബായി പറയുന്ന അനുസരിച്ച് നമ്മളൊരു ബാഗ് പുതിയത് വാങ്ങുന്നുണ്ട്. സൈർബായി ഇങ്ങനെ എന്നെ മൂപ്പിച്ചോണ്ടിരിക്കുകയാണ്. ബാഗ് പോരാ, ബാക്ക് പാക്കേഴ്സിൻ്റെ ബാഗല്ല, ഇത് ഫോർമൽ ബാഗാണ്, ജോലിക്കാർ ഉപയോഗിക്കുന്ന ബാഗാണ്, ഈ ബാക്ക് പാക്കറിൻ്റെ ബാഗ് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിവേ നോക്കട്ടെ. നമ്മുടെ വണ്ടി വന്നു. ഇത് നമ്മുടെ എക്കോ സ്പോർട്ട് പോലെ തന്നെ ഉണ്ട് കണ്ടിട്ട്, പക്ഷേ ഫോർഡിൻ്റെ ലോഗോ ഒന്നുമില്ല. ഇത് വേറെ ഏതോ വണ്ടിയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എക്കോ സ്പോർട്ട് പോലെ തന്നെ അല്ലേ. നമ്മുടെ സൈർവായിയുടെ മറന്നു വെച്ച സാധനം വാങ്ങാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ട്രൂഗോ ഹോട്ടൽ നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുത്തെ ഒരു അടിപൊളി ഒരു കിഡിലെ ലൊക്കേഷനിലായിരുന്നു ഉള്ളത്. നമ്മൾ കുറേ സംഭവങ്ങൾ വാക്കബിൾ ഡിസ്റ്റൻസിലുണ്ടായിരുന്നു. മോശമില്ലാത്തൊരു ഹോട്ടലായിരുന്നു. ഇത് എക്കോ സ്പോർട്ടിൻ്റെ കോപ്പിയാണെന്നാണ് തോന്നുന്നത്. ഏതോ ഒരു ചൈനീസ് കാറാണ് കേട്ടോ. EV ആണ്, ഇലക്ട്രിക് വെഹിക്കിളാണ്. അടിപൊളി. കിട്ടിയാ? എന്താ വരുന്നത്? അടിപൊളി. കയറിക്കോ. ഹലോ ഗൈസ്, നല്ലൊരു അബദ്ധം പറ്റി. ലിപ്പ് ബാം വാങ്ങിച്ചതാണ്. ഇത് മൂക്കിൽ വലിക്കുന്ന സാധനം. ഇത് നോക്കി കണ്ട ലിപ്പാണെന്ന് തോന്നുന്നു. മിയാനോട് പറഞ്ഞാൽ പോരായിരുന്നോ? പുള്ളിക്കാരി വാങ്ങിച്ചു തരത്തില്ലായിരുന്നോ? ഇതെന്താ സംഭവം എന്നിട്ട്? ഇത് മറ്റേ ഇൻഹേലറാന്ന് തോന്നുന്നു. എന്താന്നൊരു പിടുത്തില്ല. 2 പ്രാവശ്യം 2 സ്ഥലത്ത് ഓപ്പൺ ആക്കാൻ പറ്റും. കുഴപ്പമില്ല. അല്ല, അതൊന്നും സംബന്ധം അറിയോ? 2 സ്ഥലത്ത് ഓപ്പൺ ആക്കാൻ പറ്റുന്നത്. ഒന്ന് ഇൻഹേലർ, ഒന്ന് നമുക്ക് മറ്റേ ഇത് എന്താ പറയാ, വേദനയ്ക്ക് തേക്കാൻ വേണ്ടിയുള്ളത്. ആ സാധനമാണ്. കുഴപ്പമില്ല, എന്തായാലും വാങ്ങിച്ചല്ലോ, ഉപയോഗിച്ചോ. എനിക്ക് വേണ്ട, വെച്ചോ. നമ്മുടെ വണ്ടി ഇടിച്ച് നല്ല പണിയായി കാണുമല്ലോ അല്ലേ? അത്യാവശ്യം നല്ല പണി. ഞാൻ തരിച്ചു ഓടി. ഞാനും ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടില്ല, ഞങ്ങട്ട് പുഷ് ചെയ്തു. എന്റെ പൊന്നോ, അയാളുടെ മിസ്റ്റേക്ക് അല്ലേ? അല്ല, അയാള് ലൈൻ തെറ്റിച്ച് വന്നതല്ലേ? നീ ആരുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പുറത്തെ വണ്ടിക്കാരൻ ട്രാക്ക് തെറ്റിച്ചതാണ് പെട്ടെന്ന്. ഇതാണ് ഈ ട്രാക്ക് തെറ്റിക്കാതെ പോയാലുള്ള പ്രശ്നം. നമ്മള് കറക്റ്റ് ട്രാക്കിലാണ്. ഇനി എന്ത് ചെയ്യും? നീ ഇറങ്ങി വേറെ വണ്ടി പിടിച്ചു പോകണം. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? അടിപൊളി. നോക്ക്, ഇത് ഫുൾ പണിയായാലും ഇതിപ്പോ മൊത്തം ബ്ലോക്ക് ആവും. നോക്ക്, 2 വണ്ടി തട്ടിയിരിക്കുകയാണ് ഗൈസ്. വേറൊന്നും പറ്റിയില്ല, ജസ്റ്റ് തട്ടി ചളക്കി. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു പോക്ക് പോയിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി സത്യം. ഞാൻ ആലോചിക്കുന്നതേ, ഇപ്പോ ഇവര് വേറെ വണ്ടി തട്ടി, 2 പേരെ വണ്ടി തട്ടി. അയാളുടെ വണ്ടിക്കും നമ്മുടെ വണ്ടിക്കും പ്രശ്നമുണ്ട്. അയാളുടെ മിസ്റ്റേക്കാണ്. അയാൾ ഇറങ്ങിയിട്ട് ഒന്നും മിണ്ടുന്നില്ല. 2 പേരും അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ തെറിയൊന്നുമില്ല. എന്ത് മാന്യന്മാരാന്ന് അറിയാം. നമ്മളാണെങ്കിൽ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഇറങ്ങി നേരെ തെറി വിളിച്ച് വേണം 2 കൈയും കൊടുക്കും. ഏറ്റവും വലിയ പ്രശ്നക്കാരാരാന്നറിയോ? നോക്കി നിൽക്കുന്ന നാട്ടുകാർ. ഇവിടെ ആരുമില്ല, നാട്ടുകാരും ഇല്ല, ആരും നോക്കി നിൽക്കുന്ന നാട്ടുകാരായിരിക്കും വന്ന് അതിനിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും പ്രശ്നം. ഇടിച്ച വണ്ടിക്കാർ തമ്മിലായിരിക്കത്തില്ല അടി. കണ്ടുകൊണ്ട് നിൽക്കുന്ന നാട്ടുകാരും കാണാതെ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന നാട്ടുകാരും. ചിലപ്പോൾ ഇടിച്ചത് പോലും കാണാതെ ഇടിച്ച് കിടക്കുന്നത് വന്ന് കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ. അവരാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ. നമ്മൾ ഇടിച്ച വണ്ടികൾക്കെല്ലാം അറിയുള്ളൂ ആരുടെ മിസ്റ്റേക്കാണ് എന്താണെന്നുള്ളത്. ശരിക്കും വണ്ടി ഇടിക്കുകയോ തട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വേണ്ടണ്ട, നേരെ ഇറങ്ങുക, പോലീസിനെ വിളിക്കുക, ഫോട്ടോ എടുക്കുക, GD എൻട്രി എടുക്കുക, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക. അത്രയും ചെയ്താൽ മതി. ആളപായം ഒന്നും ഇല്ലെങ്കിൽ അത്രയും ചെയ്താൽ മതി.
വേറെ കഷ്ടപ്പെടുന്ന വല്ല ആവശ്യമുണ്ടോ? നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി. പിന്നെ ചില ആൾക്കാരുണ്ട് നോ ക്ലെയിം ബോണസ് കിട്ടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാണ്ടിരിക്കും. ശരിക്കും അതിൻ്റെ ആവശ്യം എന്താ? നമ്മൾ UK ഒന്നുമല്ലല്ലോ ജീവിക്കുന്നത്, നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്. നോ ക്ലെയിം ബോണസ് പറയുന്നത് ചെറിയൊരു പൈസയാണ്. പക്ഷേ നിങ്ങൾ ആ നോ ക്ലെയിം ബോണസിൽ കൂടുതൽ എമൗണ്ട് ആയിരിക്കും ചിലപ്പം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതെ കമ്പനിക്ക് കൊടുക്കാൻ പോകുന്നത്. അവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യട്ടെ, നമ്മൾ നല്ല പൈസ അടയ്ക്കുന്നതല്ല ഇൻഷുറൻസും പറഞ്ഞുകൊണ്ട്. ഇൻഷുറൻസ് കമ്പനിക്കാർ ചിലവാക്കട്ടെ, നമ്മളെന്തിനാ നോ ക്ലെയിം ബോണസ് ലാഭിക്കാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനി നന്നാക്കാൻ പോകുന്നത്? നമ്മൾ ക്ലെയിം ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ടൈം പ്രീമിയം കൂടാനൊന്നും പോകുന്നില്ലല്ലോ. ആ സിസ്റ്റം ഇന്ത്യ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ മാറും. പുറം രാജ്യങ്ങളിൽ ആ സിസ്റ്റം ഉണ്ട്. ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഇൻഷുറൻസ് എമൗണ്ട് കൂടും. ഞാൻ സാധാരണ എന്തെങ്കിലും വണ്ടിയിൽ ഒരു ചെറിയ ഒരച്ചിലോ പിടിച്ചിലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി ക്ലെയിം ചെയ്യും. എനിക്ക് 2000 രൂപ ചിലവല്ലേ വരുന്നുള്ളൂ. നോ ക്ലെയിം ബോണസ് ചെറിയ എമൗണ്ട് പോകുമായിരിക്കും. പക്ഷേ കമ്പനിക്കാർ ബില്ലിടുന്നത് 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ ആയിരിക്കും. കാരണം ഇവർ ചെറിയ സ്ക്രാച്ചിനും ഇതിനൊക്കെ നല്ല പൈസ ബില്ലിടും. നല്ല ചാമ്പന്നേ. ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുക്കട്ടെന്നേ. നമ്മൾ എത്ര പൈസ ഇൻഷുറൻസ് അടയ്ക്കുന്ന? പക്ഷെ വേറെ പ്രശ്നമുണ്ട്, റീസെയിൽ ചെയ്യുമ്പോൾ വാല്യൂ കുറയില്ലേ? എന്ത് ചെറിയ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. വലിയ ഡാമേജ് ഒന്നും വരുന്നില്ലല്ലോ. ചെറിയ സ്ക്രാച്ചസ് അല്ലേ ഉള്ളൂ. അത് വണ്ടിയുടെ ഹിസ്റ്ററിക്കകത്തും ഉണ്ടാവുമല്ലോ എന്താണ് റിപ്പയർ ചെയ്തെന്നുള്ളത്. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അല്ലേ. പക്ഷേ ചെറിയ സ്ക്രാച്ചസിനും കമ്പനിക്കാരും നല്ല ബില്ലിടും. ഇൻഷുറൻസ് കമ്പനി കൊടുക്കട്ടെന്നേ. നമ്മുടെ നിന്ന് എത്ര പൈസ ഇൻഷുറൻസ് കമ്പനിക്കാർ ഇങ്ങനെ വാങ്ങിക്കുന്നത് അല്ലേ? എന്താ വല്ല നടക്കുമോ? നീയാ what next? Police come? Oh, they take picture of finish then we go. Okay. They take picture then we go. ഇത് മാന്യന്മാരല്ല. നമ്മളുടെ നാട്ടുകാർ മൊത്തം കൂടിയിട്ടുണ്ടാവും. പോലീസിനെ പോലും വിളിക്കണ്ട. പോലീസിലെ നാട്ടുകാർ മൊത്തം കൂടിയിട്ടുണ്ടാവും. ഇതാരും മൈൻഡ് ചെയ്യില്ല. എല്ലാവരും അവരവരുടെ വഴിക്ക് രണ്ടുപേരും ഇപ്പൊ ഷെയ്ക്കാനും കൊടുത്ത് പിരിയുന്നേക്കോ. അയ്യോ കഷ്ടമുണ്ട്. എന്താല്ലേ ഇവിടെ ഇപ്പൊ മൊത്തം ബ്ലോക്കായി ഗൈസ്. നോക്കി ഇത് കണ്ടാ ഇങ്ങനെയാണ് തട്ടിയത്. കണ്ടാ ഇങ്ങനെ നോക്കി. എന്റെ ദൈവമേ, പോലീസ് വന്നു കേട്ടോ അവിടെ ഫ്രണ്ടില്. പോലീസ് വന്നു. എത്ര ഫാസ്റ്റാ! ഒരു പോലീസുകാരൻ വന്നു. എനിക്കൊന്ന് പോലീസുകാർ വന്നിട്ട് എന്തെങ്കിലും സിഗ്നേച്ചറോ എന്തെങ്കിലും തുറക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പറ്റൂല്ലേ? ചെറിയ പ്രശ്നമേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. മറ്റാളുടെ മിസ്റ്റേക്കാ. He's very fast can solve the. Okay. No problem. നമുക്കൊന്നും പറ്റില്ലല്ലോ. ഭാഗ്യം. അയ്യോ പക്ഷെ വണ്ടി തട്ടിയ സൗണ്ട് കേട്ട് മുന്നോട്ട് പോകും. ഞാനിവിടെ പാൻഡകളെ കുറിച്ച് വായിച്ചു പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ വിചാരിച്ചിട്ട് വല്ല പാൻഡയും വന്ന് അറ്റാക്ക് ചെയ്താണോ എന്ന്. ഇവിടെ 2 പോലീസുകാർ വന്നു. ഇവിടുത്തെ പോലീസിന്റെ നെഞ്ചത്ത് മറ്റേ ക്യാമറയുണ്ട് കേട്ടോ, ബോഡി ക്യാമറയുണ്ട്. എല്ലാവരുടെയും കയ്യിലും ഇല്ല, ചില ആൾക്കാരിലുണ്ട് അല്ലേ? ഉണ്ട്. 2 പോലീസുകാർ വന്നു. നോ പ്രോബ്ലം. ആ ഡ്രൈവറായിട്ട് നമ്മളോട് 100 സോറി പറഞ്ഞു. പാവം കഷ്ടമുണ്ട്. What to say? We need to walk to there. Take our baggage? Yeah. Oh my god. Other Didi? Did we reach? Yes, reach. We reached. ആദ്യം നടന്നാ പോലെ. പോലീസുകാർ വന്നിട്ട് വണ്ടി 2 അങ്ങോട്ട് മാറ്റിയിടാൻ പറഞ്ഞു റോഡിൽ നിന്ന്. ഇനി അവർക്ക് എന്തെങ്കിലും ഫോർമാലിറ്റി ഉണ്ടാവും. നമ്മള് വണ്ടിയില് ഇവിടെ വന്ന് ഇറങ്ങി. പോലീസുകാരനൊക്കെ നിൽക്കുന്നുണ്ട്. കവർ എടുക്കണം. എവിടെ എന്താ പറ്റിയേ? അതെ ഇതാണോ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞേ? എന്റെ പൊന്നെ, ഇതാണോ നിങ്ങളൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞേ? അയാളുടെ വണ്ടിക്ക് ഒന്നും പറ്റിയില്ല, നമ്മുടെ വണ്ടിക്കാണ് കംപ്ലീറ്റ് പറ്റിയത്. ഓക്കെ താങ്ക് യു. ഒന്നുമില്ലല്ലോ വണ്ടിക്കകത്ത്. അപ്പോ ലെറ്റ്സ് ഗോ. നമുക്കിനിയിപ്പോ ഇവിടെ നടക്കാം, കുറച്ചങ്ങോട്ട് പോയാൽ മതി. അവസ്ഥ നോക്കിയേ. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നുണ്ടല്ലോ. എത്ര വണ്ടികളാണ് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് നോക്കൂ. വാവ്, ഇതെന്ത് വണ്ടിയാ? വണ്ടി തിരിക്കാൻ പറ അവരോട്. വണ്ടി തിരിക്ക് ചേച്ചി, വണ്ടി തിരിക്ക്. ഇവിടുത്തെ ഓട്ടോറിക്ഷയാണ് ഗൈസ്, ചൈനയിലെ ഓട്ടോറിക്ഷ. നമ്മൾ പോകുന്നത് ഈ കാണുന്ന സ്ഥലത്തേക്കാണ്, പാൻഡ വേൾഡ് ലെഷർ ലാൻഡ്. അതായത് ചെങ്ഡു പാൻഡ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് റിസോർട്ടൊക്കെ ഉണ്ട്. വാവ്, നമ്മളെ നടന്നു വരുന്ന കണ്ട് ഒരു അമ്മച്ചി. എനിക്ക് വയ്യ. ആ ടാക്സിക്കാരൻ പോലും നമ്മുടെ പെട്ടിയെടുത്ത് വണ്ടിക്കകത്ത് വെച്ചില്ല. കേറിക്കോളാൻ. നമ്മള് കേറിക്കോളാം. എവിടെ വയ്ക്കും കേറിട്ടെ? എന്റെ അമ്മോ, നോക്ക് അവര് എന്ത് കറക്റ്റായിട്ട്. ഇതിനി ആ പെട്ടി അവിടെ മടി വെക്കാനായിരിക്കും. I don't know where she keep this
ആ പെട്ടി വെയിറ്റ് വെയിറ്റ് 哦，这样就可以。 തനീഷ വെച്ചോ കൂട്ടുകാരെ നമ്മൾ പോകുന്ന കണ്ടോ അവസ്ഥ നോക്കി മര്യാദക്ക് ടാക്സിക്കകത്ത് വന്നോണ്ടിരുന്ന നമ്മൾ അതേ ഇത് കണ്ടാ അങ്ങനെയൊക്കെയാണ് വണ്ടിയിൽ കയറി പോകുന്നത് നോക്കി അമ്മച്ചി വന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അല്ലേ അമ്മച്ചിക്ക് എത്ര കൊടുത്താലും കുഴപ്പമില്ല നോക്ക് പെട്ടിയൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ ഒരു പെട്ടി 2 പെട്ടി ഞാൻ എവിടെ ഇരിക്കുന്നത് അമ്മച്ചി എവിടെ ഇരിക്കുന്നത് ആർക്കറിയാം എന്തായാലും കൊള്ളാം അടിപൊളി 你们都来这一路完了，该早点了。 ശരിക്കും ഒരു ദൈവദൂതിയെ പോലെയാണ് അമ്മച്ചി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത് അമ്മച്ചി ഭയങ്കര മാർക്കറ്റിംഗ് ആണ് പെട്ടിയൊക്കെ കയറ്റി വെച്ചിട്ട് പെട്ടി നിങ്ങൾ നടക്കണ്ട ഞാൻ എടുത്ത് വെച്ചേരാന്നും പറഞ്ഞോണ്ട് ആ ടാക്സി കയറാൻ നേരം ടാക്സിക്കാരൻ ചേട്ടൻ പോലും പെട്ടി എടുത്ത് ടാക്സിക്കകത്ത് വെച്ചില്ലേ guys? നമ്മുടെ പെട്ടി എടുത്ത് അമ്മച്ചി എടുത്ത് വെച്ച് അടിപൊളി 今天做是6一儿童节，对。你们为什么一个人还带这么大一个箱 എന്തൊക്കെയോ 子？ പറയുന്നുണ്ട് 因为我们看完我们就去高铁站了。哦， എന്തായാലും ഇതുപോലെ നമ്മൾ എവിടെ പോയിട്ടില്ലല്ലോ കംപ്ലൈന്റ് എടുക്കുന്നത് KLTUK ഗൈസ് KLTUK ഇങ്ങനെയാണ് നമ്മൾ കൊച്ചിയിൽ 那你 നിന്നും 的继承 യു 记在 കെയിലേക്ക് 哪里 പോകുന്നത് 了？没 കേട്ടാ 有继承到继承。 കൊള്ളാട്ടോ എന്റെ ക്യാമറ മരം കൊണ്ടുപോകും അല്ല ഇതാണോ ആ ചേട്ടൻ പറഞ്ഞത് ഇച്ചിരി ഉള്ളു നടന്നാൽ മതി എന്ന് പറഞ്ഞത് ദൈവമേ നടന്നായിരുന്നെങ്കിൽ പണി പാളിയാനെ ഇതിപ്പോ 2-3 കിലോമീറ്റർ ആയല്ലേ അമ്മച്ചി കൊണ്ടുപോകുന്നത് ഇനി അമ്മച്ചി നമ്മളെ ചുറ്റിക്കുവാണോ അതറിയില്ല അതറിയത്തില്ല കേട്ടോ എന്റെ ദൈവമേ ഇത് പൊളിയാട്ടോ ഇതൊരു എക്സ്പീരിയൻസ് ആണ് ഒന്നും പറ്റാഞ്ഞ ഭാഗ്യം പറ്റിയായിരുന്നെങ്കിൽ വേറെ എക്സ്പീരിയൻസ് ആയനെ ഡ്രൈവർ ചേട്ടനെ ആ. 1 മിനിറ്റേ കിട്ടിയിട്ടുള്ളൂ വണ്ടി നല്ല മോഡിഫൈ ചെയ്ത് കൊടുത്ത് ഒരു സ്ഥലം മുതൽ ഒരു സ്ഥലം വരെ ഞാൻ ബാക്കിലോട്ട് ആദ്യം നോക്കിയത് അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ മുന്നേ മുതൽ ഇവിടെ വരെ ഒന്നും പറ്റാഞ്ഞ ഭാഗ്യം ഞാൻ കിടന്ന് കുലുങ്ങിയത് ആദ്യം പേടിച്ചു പോയതേ. നിങ്ങളത് പേടിച്ചിട്ടുള്ളൂ എന്റെ സൈഡാണ് നിങ്ങളെ സൈഡല്ലല്ലോ ഇതൊക്കെയാണ് പറയുന്നത് ഒരു ബാക്ക് ആയിട്ട് യാത്രയാണോ എന്ന് എത്ര പെട്ടിയാ പണ്ട് ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു ഞാനിപ്പോ മാറിയില്ലേ നിങ്ങളും മാറൂ എന്റെ ബാഗ് എവിടെയാ ഇവിടെ ഇരിപ്പുണ്ടല്ലേ കുളിയും കൂടെ കുറയാനേ ഉള്ളൂ അല്ലേ ഏ 2 നേരം കുളിക്കുന്ന അതും കൂടെ കുറയാനുണ്ട് അത് കുറയ്ക്കൂല പേഴ്സണൽ ഹൈജീൻ ഈസ് എ മസ്റ്റ് മസ്റ്റാണ്. യെസ് അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് 对， എന്റെ പൊന്നെ 多得很。你 ഇതുണ്ടല്ലോ ഇത് ഒരു വലിയ സെറ്റപ്പാട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയ സെറ്റപ്പാ ദേ അമ്മച്ചി പെട്ടി വരെ താഴെ എടുത്തു തരുന്നു ഓ അമ്മച്ചിയുടെ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ സമ്മതിച്ചു കൊടുക്കണം എല്ലാം അത് നമ്മളെ പൊന്നു പോലെ നമ്മളിവിടെ എത്തിച്ച് അമ്മച്ചി ഐ വിൽ ടേക്ക് മൈ ബാഗ് 20 രൂപയാണ് പുള്ളിക്കാരി വാങ്ങിച്ചുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും 200 രൂപ ശിഷ്യ താങ്ക് യു 少多少钱？ ആ മൊത്തം 20 അല്ല കേട്ടോ ഒരാൾക്ക് 20 ഒരാൾക്ക് 200 അത് ചേച്ചി അമ്മച്ചിയും ചാമ്പി അമ്മച്ചിയുടെ സ്നേഹം കണ്ടപ്പോഴേ ഞാൻ ആലോചിച്ചതാ മൊത്തം 600 രൂപ നമുക്ക് ടാക്സിക്ക് അത്ര ആയില്ല ഇതൊരു ഗംഭീര സ്ഥലം കേട്ടോ അതായത് ഈ പാൻഡ എന്ന് പറയുന്നത് ശരിക്കും ചൈനയുടെ നാഷണൽ സിംബലാണ് പാൻഡ എന്ന് പറയുന്നത് ഈ പാൻഡ ഏറ്റവും കൂടുതൽ ഉള്ളത് ചൈനയിലാണ് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൈനയിൽ നിന്ന് പോയത് മാത്രമാണ് അപ്പോൾ പാൻഡ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പാൻഡകളെ കാണാൻ പറ്റുന്നൊരു സ്ഥലവുമാണ് നമുക്കിത് പാൻഡകൾ ചൈനയിൽ മാത്രമേ ഉള്ളൂ കരടി പോലത്തെ ഒരു മൃഗമാണ് അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അകത്ത് പോയിട്ട് പറയാം വിശദമായിട്ട് ഇത് എന്ത് സംഭവമാണ് നമുക്ക് ആദ്യം പെട്ടി എവിടെ കൊണ്ട് വെക്കാൻ നോക്കാം അപ്പം അത് മിയ പോകുന്നുണ്ട് ഇവിടെ പെട്ടി വെക്കുന്ന സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോകാമെന്നാണ് പറയുന്നത് ചെങ്ഡു റിസർച്ച് ബേസ് ഓഫ് ജയൻറ്റ് പാൻഡ ബ്രീഡിംഗ് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് അതായത് ഇവിടെ പാൻഡ ബ്രീഡിംഗ് അടക്കമുള്ള പല സംഭവങ്ങളും ചെയ്യുന്നുണ്ട് ഈ പാൻഡ എന്ന് പറയുന്നത് ഈ ലോകത്ത് നിന്ന് എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസ് ഓഫ് ആനിമലാണ് അതായത് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ബ്രീഡ് ചെയ്തില്ല കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ജീവി ലോകത്തുണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൃഗത്തെ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് വരുന്നത് നിങ്ങൾ കുങ്ഫു പാൻഡ കണ്ടിട്ടില്ലേ കുങ്ഫു പാൻഡ നമ്മുടെ കോമഡി മറ്റേ അനിമേറ്റഡ് സീരീസ് ആ കുങ്ഫു പാൻഡയിൽ കാണിക്കുന്നത് ഇവിടുത്തെ ജയൻറ്റ് പാൻഡയാണ് പാൻഡകൾ പല ടൈപ്പ് ഉണ്ട് അതിൽ ജയൻറ്റ് പാൻഡയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഏറ്റവും കൂടുതലുള്ളതും ജയൻറ്റ് പാൻഡകളാണ് നമ്മൾ പാസ്പോർട്ടെല്ലാം കാണിച്ച് നമ്മൾ അകത്തേക്ക് കയറി വന്നു ഇതൊരു വലിയ സംഭവം ഇത് നമുക്ക് ആദ്യം ഇവിടെ സ്റ്റോറേജ് ഏരിയ ഉണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ബാഗ് കീപ്പ് ചെയ്യാം ഇവിടെ കണ്ടില്ലേ ബാഗ് വെക്കുന്നതിന് ഇതുപോലെയുള്ള വലിയ വലിയ ലോക്കറുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ബാഗൊക്കെ ഇവിടെ വെക്കാം
എന്നിട്ട് വൈകിട്ട് 5:30 മുമ്പ് എടുക്കണമെന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ബാഗ് വെച്ച് നമുക്ക് ഇനിയിപ്പോൾ താഴെ പോകാം. ഇവിടെ നിന്ന് പാൻഡയെ കാണാനായിട്ട്. എവിടെ പാൻഡ, എവിടെ പാൻഡ? വലിയൊരു സ്ക്രീനിൽ കാണിച്ചു തരും നിങ്ങൾക്ക് പാൻഡനെ. മിക്കവാറും ഇത്ര ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പാൻഡയൊക്കെ പേടിച്ചു കൂടി അകത്ത് പോയി ഇരിപ്പുണ്ടാവും. വല്ലതിനെയും കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. ഇതൊരു രക്ഷയില്ലല്ലോ സൈർബ, ഇത് എന്തോ ഇത് അന്യായ സ്ഥലം കേട്ടോ. അത് ഇവരൊരു ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെ ബിൽഡ് ചെയ്യും. അതൊരു പ്രത്യേകത, അത്ര നീറ്റും നല്ല ഹൈ ഡെവലപ്പ്. സൈറ്റ് സീയിങ് ബസ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു ബസ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് പോവാം, ഇല്ലെങ്കിൽ നടന്നു തീരില്ല. അപ്പോൾ അതല്ലേ സംഭവം, അടിപൊളി. ഇതുണ്ടോ ഈ കാണുന്ന ബഗ്ഗിയിൽ നമുക്ക് കയറിയിട്ട് അകത്ത് പോയിട്ട് സൈറ്റ് സീയിങ് കണ്ടിട്ട് വരാം. അത് ശരി, അതിൽ കയറാനും ക്യൂ ആണ്. അത് മിക്കവാറും ഒരു മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. ആകെ 3-4 ബഗ്ഗിയും 100-300 ആൾക്കാരും ഉണ്ട്. ചേച്ചിക്ക് എന്താ പറയുക? ചേച്ചേ, ബിഗ് സിസ്റ്ററിനെ ചേച്ചെ എന്നാണ് പറയുന്നത്. ബിഗ് ബ്രദറിനെ അത് അന്ന് ഋഷി വന്നപ്പം ജസീനെ ചേച്ചെ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ല, ഇതിനെന്താ അതേപോലെ അമ്മേനെ അമ്മ മാന്ന് അല്ല, അങ്ങനെ ചേച്ചി അതല്ല, പിന്നെ ബ്രദറിന് ബിഗ് ബ്രദറിന് കാക്കയോ ചോദിച്ചു. ഓക്കെ, ഹൗ ടു സേ ബിഗ് ബ്രദർ? ഗഗയാണ്. എന്നാലും ചെറിയ വ്യത്യാസം. ചേച്ചി കാക്കയൊക്കെ ആക്കി. ഞങ്ങളവിടെ ഒരു 10-20 മിനിറ്റ് ക്യൂ നിന്ന് നമുക്ക് നമ്മുടെ ബഗ്ഗി കിട്ടി. ഞങ്ങൾ 3 പേരും 3 സ്ഥലത്താണ് ഇരിക്കുന്നത്. കണ്ട് ഈ ബഗ്ഗിയിൽ പോലും നമ്മൾ സീറ്റ് ബെൽറ്റ് കേട്ടിട്ടാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? അതാണ് സേഫ്റ്റി ഫസ്റ്റ്. ബഗ്ഗിയിൽ എവിടെ സീറ്റ് ബെൽറ്റ് ഞാൻ ആദ്യം ഇവിടെ കാണുന്നത്, ഇതുവരെ എവിടെ കണ്ടിട്ടില്ല. ഇവിടെ ആകപ്പാടെ ഉള്ളത് 200-ൽ താഴെ പാൻഡകളാണ്. ഈ 200-ൽ താഴെ പാൻഡകളെ കാണാൻ ഒരു ദിവസം എത്തുന്നത് 25,000-ലധികം ആളുകൾ. 55 യുവാനാണ് ഇവിടെ കയറാനായിട്ട് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. 30 യുവാനാണ് ഈ വണ്ടിക്ക് നമുക്ക് പോകാനുള്ള ടിക്കറ്റ് ചാർജ്. എന്തൊരു ബഗ്ഗികളാണെന്നറിയാം ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. നടന്നു പോകുന്ന ആൾക്കാർക്ക് വേറെ വഴി, ബഗ്ഗി പോകുന്നത് വേറെ വഴി, അങ്ങനെയൊക്കെയാണ്. 1987-ലാണ് ഇവിടെ ഈ ഒരു ഇങ്ങനെ ചെങ്ഡു ബേസ് ക്യാമ്പ് ഫോർ പാൻഡ റിസർച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ഥലം ആരംഭിച്ചത്. കാരണം ആ ഒരു മൃഗം എൻഡേഞ്ചേർഡ് ആയിട്ട് പോകുന്നത് തടയുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഈ പാൻഡനെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വെച്ചിട്ട്, അതായത് മനസ്സിലായില്ലേ, അത് വെച്ചിട്ട് പാൻഡകളെ ഉണ്ടാക്കുന്ന പരിപാടികൾ വരെ ഇവരിവിടെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പരിപാടികളല്ലേ. ജയൻറ്റ് പാൻഡയും റെഡ് പാൻഡയും, ഈ 2 ടൈപ്പ് പാൻഡകളാണുള്ളത്. ഇതിൽ ജയൻറ്റ് പാൻഡയും റെഡ് പാൻഡയും ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടാൽ മതിയായിരുന്നു ഏതെങ്കിലും. പിന്നെ ഈ കാണുന്ന മുള കണ്ടോ, ഈ മുളയാണ് പാൻഡ തിന്നുന്ന ഏറ്റവും വലിയ ഭക്ഷണം എന്ന് പറയുന്നത്. പാൻഡ ഒരു ഹെർബിവോറസ് ആണ്. ഈ മുളയാണ് പാൻഡയുടെ ഇഷ്ട ഭക്ഷണം. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇഷ്ടംപോലെ മുളകളും കാണാൻ പറ്റും. എത്തി കേട്ടോ, കുറേ ദൂരം നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്തെത്തി. ഇതിൽ കയറിയില്ലായിരുന്നെങ്കിൽ നമ്മളൊരു 1 മണിക്കൂറോളം നടക്കേണ്ടി വന്നതിന്. കാരണം ഇവിടെ ഏത് സ്ഥലത്ത് പോയാലും നടന്ന് അടപ്പ് വരിക്കും, അതുപോലെ നടക്കാനുണ്ടാവും. പാൻഡകളെ കാണാനായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. വെരി സൂപ്പർ എക്സൈറ്റഡ് ടു മീറ്റ്, വെരി മച്ച് എക്സൈറ്റഡ് ടു മീറ്റ് പാൻഡാസ്. വേർ ഈസ് പാൻഡ? വേർ ഈസ് പാൻഡ? പാൻഡ എവിടെ? പാൻഡ ഒരു പ്രശ്നമുണ്ട്, പാൻഡനെ കാണാനായിട്ട് പാൻറ് ഇട്ട് വരണം, അതാണ് പ്രശ്നം. നിങ്ങൾ പാൻറിൽ ഇട്ടേക്കുന്നേ, ഞാൻ നിക്കറായിട്ടിരിക്കുന്നേ. പാൻഡന്റെ ഫുഡ് കണ്ടു കേട്ടോ. അത് ഇഷ്ടം പോലെ ഉണ്ട്. അതെ അതെ അതെ. സൺഷൈൻ ഡെലിവറി ഹൗസ് ഫോർ ജയൻറ്റ് പാൻഡാസ്. ഞങ്ങൾ ജയൻറ്റ് പാൻഡകളെ കാണാൻ വേണ്ടി പോവുകയാണ്. എവിടെ 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 ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. പാൻഡ എവിടെ? പാൻഡ എവിടെ? എന്തു തിരക്കാന്ന് നോക്കിയേ. പാൻഡ എവിടെ? പാൻഡനെ കണ്ടില്ല. പാൻഡ അതാ നോക്കൂ ഗൈസ്, അവിടെ ഇരിക്കുന്നു പാൻഡ. നോക്ക്, ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ കരടിനെ പോലെ ഇരിക്കുന്നത്. ഒരു ദിവസം 12 മണിക്കൂറോളം സമയം ഈ പാൻഡ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. 12 മണിക്കൂറോളം സമയം. എന്ത് ക്യൂട്ടല്ലേ കാണാനായിട്ട്. രക്ഷയില്ലടാ, കിടിലൻ സാധനം. ഒരു ആൺ പാൻഡ എന്ന് പറയുന്നത് 120-130 കിലോ വരെ വെയിറ്റ് വരും, 6 അടി വരെ ഹൈറ്റ് വരും. അത്രയും വലുതാവും ഈ പാൻഡ. ഇത് ഫുൾ ടൈം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, മനസ്സിലായ? അതായത് 12 മണിക്കൂറോളം ഇത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് കഴിക്കുന്നത് മൊത്തം ഇതല്ലേ, ഈ മുളയല്ലേ. അപ്പൊ ഇതിന് പ്രോട്ടീൻ കൂടുതൽ കിട്ടും, പക്ഷെ ഇതിന് വേറെ എന്തോ ഫാറ്റും സംഭവങ്ങളൊക്കെ കുറവായിരിക്കും. ഫാറ്റ് ഇത് കഴിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഈ പാൻഡയ്ക്ക് മിക്കവാറും ട്വിൻസ് ആയിരിക്കും കുട്ടികളുണ്ടാവുന്നത്. ഏകദേശം ഒരു 5 വയസ്സ് മുതൽ 6 വയസ്സ് കഴിയുമ്പോഴത്തേക്കിനും ഇത് റീപ്രൊഡക്റ്റീവ് പ്രായമാവും. ഈ ഒരു കുട്ടി ഉണ്ടാകുമ്പോഴത്തേക്കിനും 100 ഗ്രാം മാത്രമേ ഈ കുഞ്ഞിനുണ്ടാവുള്ളൂ. പാൻഡയുടെ ഇത്രയും വലിയ പാൻഡയുടെ കുഞ്ഞിന് 100 ഗ്രാം മാത്രമേ വലിപ്പം ഉണ്ടാവുള്ളൂ, ഭാരം ഉണ്ടാവുള്ളൂ. മാമൽസിൽ ഏറ്റവും ചെറിയ കുഞ്ഞുവാവേനെ, അതായത് ഏറ്റവും ഭാരം കുറഞ്ഞ കുഞ്ഞുവാവേനെ ഉണ്ടാക്കുന്ന ജീവി ഈ പാൻഡയാണ്. 100 ഗ്രാമുള്ളൊരു കുഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കിനും മാമൽസ് ആലോചിക്കുക. പിന്നെ ഇതിന് മുലയൂട്ടാനായിട്ട് ഈ ഫാറ്റ് അധികം കഴിക്കാത്തതുകൊണ്ട് മുലപ്പാൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മിക്കവാറും ട്വിൻസ് ആണ് ഇതിനുണ്ടാവുന്നത്. അതിലൊരു കുഞ്ഞ് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞ് ഏതാണോ ആ ഒരു കുഞ്ഞിനെ ആ അമ്മ
ഏറ്റവും കൂടുതലായിട്ട് ഫീഡ് ചെയ്ത് അതിനെ അത്തരത്തിൽ വളർത്തും. അങ്ങനെയാണ് ഇവരുടെ ജീവിത രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊക്കെ ഞാൻ ഇത്ര നേരം വരുന്ന വഴിക്ക് കാറിലിരുന്ന് വായിച്ച് മനസ്സിലാക്കിയ സംഭവങ്ങളാണ്. എന്തോ ഒരു ആളുകളാണ് എനിക്ക് പാൻഡനെ കാണാനായിട്ട് വരുന്നത്. ഞങ്ങൾ ഒരെണ്ണത്തിനെ കണ്ടു, ഇനി അടുത്തതിനെ കാണാൻ പറ്റുമോ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതിനകത്ത് മയിലൊക്കെ ഉണ്ട്. വേറെ സംഭവം കണ്ട് ഈ പാൻഡകൾ ഗാഢനിദ്രയിലേക്ക് പോകാറില്ല. ഇവര് എന്താ പറയുക, പവർനാപ്പ്, ഈ പൂച്ചയൊക്കെ ഉറങ്ങുന്ന പോലെ പവർനാപ്പ് അങ്ങനത്തെ പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അന്നേരം ഉറങ്ങും. അതാണ് ഇവരുടെ പരിപാടി. ഫുഡ് അപ്പോൾ 12 മണിക്കൂർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഫുഡ് കഴിക്കും ഉറങ്ങും, ഫുഡ് കഴിക്കും ഉറങ്ങും, തിന്നെ ഉറങ്ങുക. എന്ത് സുഖം ജീവിതമല്ലേ. ഇടയ്ക്ക് അപ്പിയും കൊണ്ടും കേട്ടോ, ഒന്നും ചെയ്യണ്ട, തിന്നെ അപ്പിയുടെ ഉറങ്ങുക. സുഖ പരിപാടിയാണ് പാൻഡകളുടെ. എന്തായാലും ലോകത്തിൽ തന്നെ ഏകദേശം 1000-2000 പാൻഡകൾ മാത്രമേ ഉള്ളൂ എന്നാണ് കണക്ക് പറയുന്നത്. ഇവർക്ക് പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ അമേരിക്ക എന്നൊക്കെ ഒരു വർഷം $1 മില്യൺ സഹായം ഈ പാൻഡ ബേസിന് കിട്ടുന്നുണ്ടെന്നൊക്കെ എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അത്രയധികം ഫണ്ടാണ് ഇവർക്ക് കിട്ടുന്നത്. പിന്നെ എത്ര ആൾക്കാരാണ് വരുന്നത് ഒരു ദിവസം ഇവിടെ കാണാനൊക്കെ. ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. പിന്നെ ഒത്തിരി റിസർച്ചും പരിപാടികളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ള ഈ ചെങ്ഡു എന്ന് പറയുന്നത് സിച്ചുവാൻ റീജിയനിലുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സിച്ചുവാൻ്റെ ക്യാപിറ്റലാണ് ചെങ്ഡു എന്ന് പറയുന്നത്. ഈ പാൻഡകൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിരുന്നതും ഈ സിച്ചുവാൻ, ഷിജിയാൻ ഈ ഭാഗത്തുള്ള മലനിരകളിലാണ്. കാരണം ഇവർ ഈ മലനിരകളിൽ, പ്രത്യേകിച്ച് ഈ മുളം കാടുകളിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത്. കാരണം ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മുളയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുള മതി ഇവർക്ക്, വേറൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൻഡകളിനെ കണ്ടുവന്നിരുന്നത്. പിന്നെ ശരിക്കും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള മ്യാൻമർ, വിയറ്റ്നാം, ചൈനയോട് ചേർന്ന് നടക്കുന്ന ഈ രാജ്യങ്ങളിലും പാൻഡകളെ ധാരാളമായിട്ട് കണ്ടുവന്നിരുന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും ഒരു പ്രത്യേകതരം ജീവിയാണ്. ഭയങ്കര ക്യൂട്ടാണ്. അവരുടെ ആ ഒരു വൈറ്റും ബ്ലാക്കും കൂടെ ഷെയ്ഡിലുള്ള ആ ഒരു ഡിസൈനാണ് പാൻഡുകളെ വളരെ വ്യത്യസ്തമാക്കുന്നത്. ഇത് ജനിച്ച് വീഴുമ്പോഴത്തേക്കിനും ഇത് ബ്രൗൺ കളറായിരിക്കും. പിന്നീട് അതിൻ്റെ കളർ മാറി വൈറ്റും ബ്ലാക്കും കൂടെയുള്ള ആ ഒരു രീതിയിലേക്ക് വരുന്നതാണ്. കുൻഫു പാണ്ട ഇവിടെയാണോ? അതെ കുൻഫു പാണ്ട. അപ്പോൾ അതൊരു വേറൊരു വെറൈറ്റി സംഭവമാണ് ഈ പാൻഡ എന്ന് പറയുന്നത്. മിയാവത് പറഞ്ഞാണ് ഇവിടെ വരുമ്പോൾ രാവിലെ വരണം എന്നാലേ കാണാൻ പറ്റുള്ളൂ, ഇല്ല കാണാൻ പറ്റില്ല, അവർ ഉറങ്ങും. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കിനും ആക്ച്വലി അവർ ഉറങ്ങുന്ന സമയമായി. ഇവിടെ രാവിലെ വരണമായിരുന്നു. ഉച്ച കഴിയുമ്പോഴത്തേക്കിനും പാൻഡകളെല്ലാം ഉറക്കമാവും. രാവിലെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 200-ലധികം പാൻഡകളില്ല. ഇവിടെ ആകെ 30 ജയൻറ്റ് പാൻഡകളും 10-ൽ താഴെ റെഡ് പാൻഡകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കിതിനെ സൈറ്റിംഗ് കിട്ടാനായിട്ട് ഭയങ്കര പാട്. അത്രയാണ് നമുക്കിപ്പം കാണാനായിട്ട് സാധിക്കുന്ന സംഭവങ്ങളെന്ന് പറയുന്നത്. നമ്മൾ റെഡ് പാൻഡനെ കാണാൻ വന്നിരിക്കുകയാണ്. അത് കണ്ട, നമ്മൾ വലിയ പാൻഡ് വലുതാണെങ്കിൽ റെഡ് പാൻഡ് ചെറുതാണ്. നമ്മുടെ കുരങ്ങൻ്റെ അത്രയും വലിപ്പമുള്ളൂ. കണ്ടോ നോക്കി, കണ്ട ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്, ഒരെണ്ണം മേളിലിരിപ്പുണ്ട്. ഇത് കുരങ്ങനെ പോലെ ഉള്ളു അല്ലേ. ഇതൊരു ലുക്കില്ല. അത് ഉറക്കമാണ് അവിടെ കിടന്നു നോക്കി. ഇത് തന്നെ പരിപാടി, ഫുൾ ടൈം കിടന്ന ഉറക്കം, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇതിന്റെ മുഖവും വ്യത്യാസമുണ്ട്. മുഖത്തിന് കളർ കണ്ടോ നോക്കി. പാൻഡയുടെ കളർ മുഖത്ത്. മുഖത്ത് വൈറ്റ് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. മോനെ റെഡ് പാൻഡ അടിപൊളി. ദേ വരുന്നു. എന്റെ അമ്മ ഇറങ്ങി പോകുന്നുണ്ടോ. നോക്ക് അടിപൊളി. എന്തൊക്കെയോ സ്റ്റെപ്പ് കയറി പോകുന്നുണ്ടോ. അടിപൊളി. ഈ പാൻറ്റയ്ക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവിടെ എവിടെയൊക്കെ ഐസ് കട്ട ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാണുന്നതൊക്കെ ഐസ് കട്ടയാണ്. അത് അവൻ താഴേന്ന് സ്റ്റെപ്പ് കയറി അപ്പുറത്ത് പോയിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ മരത്തിൻ്റെ മേളിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, നമുക്ക് സൈറ്റിങ് തരിക കേട്ടോ. ഇത് ശരിക്കും ഒരു പൂച്ചയുടെ വലിപ്പമുള്ളൂ കേട്ടോ. ഒരു പട്ടിയുടെ വലിപ്പം പോലും ഇല്ല. ഒരു പൂച്ച, ഒരു വലിയ പൂച്ചയില്ല, ഒരു വലിയൊരു കണ്ടം പൂച്ച. ആ കണ്ടം പൂച്ചയുടെ വലിപ്പമുള്ളൂ ഇതിന്. ആശാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എവിടെയൊക്കെ. നമ്മളൊന്നും മൈൻഡേ ഇല്ല. നീയൊക്കെ വേണേ കണ്ട് ഫോട്ടോ എടുത്തിട്ട് പോടേന്നും പറഞ്ഞുകൊണ്ട്. എത്ര അടുത്ത് കിട്ടി. ജയന്റ് പാൻഡൻ അവിടെ തിരക്ക്. ഇതിനെ കാണാൻ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എല്ലാവരും ജയന്റ് പാൻഡനെ കാണാൻ വേണ്ടിയാണ് ഇടി. ദൈവം ഒരുത്തനവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്. ഈ പാൻഡാസ് ഉണ്ടല്ലോ, ഈ പാൻഡാസിൻ്റെ മുകളിൽ നമുക്ക് ഈ കറുപ്പും വെളുപ്പുമായിട്ടുള്ള ഒരു ക്യാമോഫ്ലാജ് എന്ന് പറയാം. അതായത് നമ്മൾ ഈ ചില വണ്ടികൾക്ക് ക്യാമോഫ്ലാജ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ ഈ ക്യാമോഫ്ലാജ് രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ മഞ്ഞ് ഉള്ള സ്ഥലത്ത് സ്നോയിൽ ഇതിനെ പ്രോപ്പറായിട്ട് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു ഡിസൈന്. ശരിക്കും അത് ഭയങ്കര സംഭവമാണ്. ഓരോ പാൻഡയ്ക്കും അത് വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ ഡിസൈൻ പല രീതിയിലായിരിക്കും. അത് ആ ഒരു ഡിസൈൻ വെച്ചിട്ട് പാൻഡകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ സാധാരണ കരടികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ കണ്ണുകൾ കുറച്ച് വ്യത്യസ്തമാണ്. അതായത്
അതിൻ്റെ ആ ഒരു കൺപോളയും മറ്റുമൊക്കെ മൊത്തത്തിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, കരടികളെ പോലെ അല്ല. പിന്നെ ഈ പാൻഡകൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മാസം ഉണ്ടല്ലോ, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എടുത്ത് നടക്കുന്ന പോലെ ഈ പാൻഡകൾ അവരുടെ കുഞ്ഞുങ്ങളെ എടുത്ത് വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കും എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ പാൻഡകൾക്ക് വളരെ മനോഹരമായിട്ട് നീന്താനും അതേപോലെ മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാനുമുള്ള കഴിവുണ്ട്. നമ്മൾ മനുഷ്യർ കൈകൊണ്ട് എടുത്ത് കഴിക്കുന്ന പോലെ പാൻഡകൾക്ക് കൈകൊണ്ട് എടുത്ത് കഴിക്കാനുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. അതായത് നമ്മൾ മനുഷ്യരും കുരങ്ങന്മാരും ഒക്കെ കൈകൊണ്ട് എടുത്ത് കഴിക്കത്തില്ല ഒരു ഫുഡ്, അതേപോലെ തന്നെ പാൻഡകളും കൈകൊണ്ട് എടുത്ത് കഴിക്കും. അവരുടെ ആ ഒരു കൈമുട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ദിവസത്തിൻ്റെ പകുതി ഭാഗവും ഇവർ 10 മുതൽ 15 മണിക്കൂർ വരെ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. അവർ കഴിക്കുന്നത് ബാമ്പു ആണ്. അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ന്യൂട്രീഷൻ കിട്ടാത്തതുകൊണ്ടാണ് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 99% സമയം ഇവർ ബാമ്പു ആയിരിക്കും കഴിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ, ചില സമയത്ത് വളരെ അപൂർവമായിട്ട് വേറെ എന്തെങ്കിലും കഴിക്കും. വെജിറ്റേറിയൻ ആണ് ഇവർ കൂടുതലും കഴിക്കുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രമേ മുട്ടയും മറ്റുമൊക്കെ കഴിക്കാറുള്ളൂ. അത് നിവൃത്തിയില്ലേ മാത്രം. അല്ലെങ്കിൽ 99% ഇവർ വെജിറ്റേറിയൻസ് ആണ്. പിന്നെ ചില സമയത്ത് ഈ പാൻഡ കൈ കുത്തി നിൽക്കും. അവർക്ക് ബോറടിക്കുമല്ലോ, ചില സമയത്ത് അവർ കൈ കുത്തി നിൽക്കും, നമ്മൾ മനുഷ്യരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ പാൻഡയുടെ മറ്റൊരു വ്യത്യസ്തമായൊരു സംഭവം എന്ന് പറയാനായിട്ട്, ഒരു ദിവസം 40-ലധികം തവണ പാൻഡ അപ്പിയിടും. മനസ്സിലായോ? ഫുൾ ടൈം കഴിച്ചോണ്ടിരിക്കുകയല്ലേ. ഒരു 12,000 പേര് ഒരൊറ്റ പാൻഡനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അവനൊക്കെ രാജാവല്ലേ. നല്ല വലിയ ക്യാമറ ഉണ്ടെങ്കിൽ നല്ല കിടിലൻ ഫോട്ടോസ് എടുക്കാം. അവിടെ ഇരിപ്പുണ്ട് ആശ. കഴിക്കുന്നുണ്ടോ നോക്ക്, തെല്ലുമായിരുന്നു. അവിടെ ഇരിപ്പുണ്ട് ഒരാള് കഴിച്ചോണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാൻഡയുടെ ഒരു ന്യൂ ബോൺ കബ് എന്ന് പറയുന്നത് ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ. കുഞ്ഞു സാധനമായിരിക്കും. അത് 2 ആഴ്ച കഴിയുമ്പോൾ ഇത്രയാവും, അതിൻ്റെ കളറ് മാറും. പിന്നെ 1 മാസം ആകുമ്പോഴത്തേക്കിനും അത് ഇങ്ങനെയാവും, 6 മാസം ആകുമ്പോൾ ഇങ്ങനെയാവും, 1.5 വർഷം ആകുമ്പോൾ ഇങ്ങനെയാവും. പിന്നെ ഒരു വലുതാകുമ്പോഴത്തേക്കിനും അത് ആന പോലെയാവും. മനുഷ്യൻ്റെ എത്രയാവും, അതാണ് സംഭവം. എത്രയോ കിലോമീറ്റർ സ്ക്വയറിൽ വരുന്ന സ്ഥലം അത് കംപ്ലീറ്റ് ഈ പാൻഡകൾക്ക് വേണ്ടി ഇവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഇതുപോലെയുള്ള വലിയ സംഭവങ്ങളും റെസ്റ്റോറൻറ്റുകളും പിന്നെ ടോയ്ലറ്റ് കോംപ്ലക്സുകളും അതും ഇതുമൊക്കെ ഉണ്ട്. നമുക്കിനിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാനായിട്ട് വീണ്ടും ഈ വണ്ടിയിൽ കയറാം. ഇത് പല സ്ഥലത്തായിട്ട് സ്റ്റോപ്പുകളുണ്ട്. നമുക്ക് ഒരു തവണ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകാമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വണ്ടിയിലിരിക്കുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വേണം ഇരിക്കാനായിട്ട്. അത് ഭയങ്കര സംഭവം കേട്ടോ. കാരണം ഇവർ ഈ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇവർ കൊടുക്കുന്ന ഒരു പ്രാധാന്യമേ. ഗോ 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 ഗോ. അടിപൊളിയായിരുന്നു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർക്ക് വേണമെങ്കിൽ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ പാൻഡയുടെ പ്രതിമയൊക്കെ വേണേൽ ഉണ്ടാക്കി വയ്ക്കുക അല്ലേ? ഇവിടെ വേറെന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് പാൻഡയാണോ? അല്ല, പാൻഡയല്ല, അത് വേറെന്തോ സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി ഇനിയിപ്പോൾ വേറെ വണ്ടിയിൽ കയറി പോകണം. അങ്ങനെ എന്തോ ആണ് പരിപാടിയും തോന്നുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് നെക്സ്റ്റ് വണ്ടി ഞങ്ങൾ 3 പേർക്കും 3 വണ്ടിയിലാണ് കിട്ടിയത്. കാരണം വരുന്ന വണ്ടിയിലെ ഫുള്ളായിരുന്നു. അങ്ങനെ ആ വണ്ടിയിൽ കയറി ഞാനിവിടെ ഞങ്ങളിപ്പോൾ എക്സിറ്റ് ഗേറ്റിൻ്റെ അവിടേക്ക് എത്താറായി. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ ചെങ്ഡൂൽ വരികയാണെങ്കിൽ ഇവിടെ വരണം, പാൻഡയെ കാണണം. ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് പാൻഡകളാണ്. അതിവിടെ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ, വേറെ എവിടെയൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇവിടെ പാൻഡ മാത്രമേ ഉള്ളൂ. അതൊരു ഗംഭീര സംഭവമാണ്. 1987 ഇത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു റിസർച്ച് സെൻറ്റർ ഇവരിവിടെ സ്ഥാപിച്ചത്. നല്ലൊരു കാര്യമല്ലേ അത്? പണ്ട് മനുഷ്യനില്ലാതിരുന്നതുകൊണ്ട് ഡൈനോസറുകളൊക്കെ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ ഇനിയിപ്പം മനുഷ്യനുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഇതുപോലെയുള്ള മൃഗങ്ങളൊന്നും ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. തിരിച്ചു വന്നു, നമ്മുടെ ബാഗും പെട്ടിയെല്ലാം കളക്ട് ചെയ്തു. ശിഷ്യേ, താങ്ക് യു. ഇവിടെ ഈ ബാഗ് സ്റ്റോറിങ് സർവീസ് ശരിക്കും ഫ്രീ ആണ് കേട്ടോ, പൈസ പോലും വാങ്ങിച്ചിട്ടില്ല. അടിപൊളി, അത് കൊള്ളാം. ഇഷ്ടം പോലെ അടിപൊളി പാൻഡകളുടെ ടോയ്സ് കിട്ടും. ഞാൻ എങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ. എനിക്ക് ഋഷിക്കോട്ടിന് പാൻഡ വാങ്ങിച്ചു. ഋഷിക്ക് ആൾറെഡി വീട്ടിൽ പാൻഡ ഉണ്ട്. അവന് ഞാൻ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു പാൻഡ. അവനറിയാം പാൻഡ എന്താണ്. വീട്ടിൽ അവന് പാൻഡയുടെ ഒരു ടോയ് ഉണ്ട്. ഇവിടെ മുമ്പിലൊരു വലിയൊരു ഷോപ്പിംഗ് മോൾ പോലെ എന്തൊരു സംഭവമുണ്ട്. പാൻഡ സ്പേസ് ടൈം പവിലിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങോട്ട് പോകണം, വേണമല്ലോ. നമുക്ക് വേറെ എവിടെ ഫുഡ് കഴിക്കാൻ പോലെ. വിശക്കുന്നു ഗൈസ്, ഉച്ചയായി. വിശപ്പിൻ്റെ അസുഖം ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് വിശക്കുന്നു. ഞാൻ ഡയറ്റ് മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാ. ഒരു കോപ്പും നടക്കുന്നില്ല. ഏഷ്യല്ലേ, എങ്ങനെ ഡയറ്റ് ചെയ്യാൻ പറ്റും? നല്ല ഫുഡല്ലേ. സ്കൂളിൽ നിന്ന് പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സാധനം ഇട്ടിരിക്കുന്നുണ്ടോ, നെറ്റ് പോലത്തെ ഒരു ജാക്കറ്റ് പോലത്തെ ഒരു സാധനം. എന്താ പല പല ആൾക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ട്രിപ്പ് കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ടാക്സിയാണോ ഓട്ടോ ആണോ?
ഈ ഓട്ടോ വേണ്ട, ടാക്സി മതി. ബസ് ഉണ്ടെങ്കിൽ ബസ് എടുക്കാം. അയ്യോ വീണ്ടും വന്നേ ചുമന്ന വണ്ടി. ഇത് സെയിം അമ്മച്ചിയല്ലേ? നോ 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 അല്ലല്ലേ, സെയിം ആളല്ലോ അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാം, ഒരു ഹോട്ട് പോട്ട് കഴിക്കുന്ന ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ അവിടേക്ക് ആണ് നീ കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ നിന്ന് ഈ കാണുന്ന മീറ്റർ ടാക്സി എടുത്തിട്ട് നമുക്ക് പോകാം. ചെങ്ഡു ടാക്സി ഗൈസ്, പച്ച കളറുള്ള ടാക്സിയാണ് ചെങ്ഡു ടാക്സി. റേറ്റ് കണ്ടില്ലേ? മിനിമം പ്രൈസ് 9 യുവാൻ, അതായത് 100 രൂപ. പിന്നെ കിലോമീറ്ററിന് 1.9, അതായത് 20 യുവാൻ വെച്ചിട്ട്. അതാണ് ഇവരുടെ പ്രൈസ്. യെസ് ഗൈസ്, നമ്മൾ ഇലക്ട്രിക് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. അങ്ങനെ പെട്ടി സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ആക്ച്വലി പെട്ടി രാവിലെ വേണം ഹോട്ടലിൽ വെച്ചിട്ട് പോകുമായിരുന്നു. പക്ഷേ നമ്മളിന്ന് ഈ സിറ്റിയോട് വിട പറയുകയാണ്. അപ്പോൾ നമ്മുടെ വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ട്രെയിനാണ്. അപ്പോൾ ട്രെയിൻ സ്റ്റേഷനും ഹോട്ടലും തമ്മിൽ നല്ല ദൂരമുണ്ട്. നമ്മൾ പോയ പാനയുടെ സ്ഥലം തമ്മിൽ നല്ല ദൂരമുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയണ്ട എന്നോർത്തുകൊണ്ടാണ്, ടൈം പോവും എന്നോർത്തുകൊണ്ടാണ് നമ്മൾ പെട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയത്. കുഴപ്പമില്ല, രസമല്ലേ? ഇങ്ങനെയല്ലേ, വലിയ ഇതൊരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ താഴെ എവിടെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ തവണ റഷ്യയായിട്ട് ചൈന വന്നപ്പോൾ ഏതൊരു സ്ഥലത്ത് ഇതേപോലെ അവനെ കൊണ്ട് കളിപ്പിച്ചായിരുന്നു. പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറേ പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാ വലിയ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ഇല്ലേ, അതിൻ്റെ താഴെയുള്ള ഏരിയ ആണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും, അതായത് ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർക്ക് എന്താവശ്യത്തിനും വേറെ എവിടെയും പോകേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം ഇവിടെ തന്നെ കിട്ടും. കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവം, പിന്നെ സൂപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് മോള് പോലെ തന്നെയാണ്. നോക്കി, അത് കൊള്ളാം. അത് ഇവിടെ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഏരിയ തന്നെയുണ്ട്. എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്, ഞങ്ങളെ രണ്ടുപേര്. കാരണം ഞങ്ങളാണെന്ന് ഇവിടെ ആകെയുള്ള ഫോറിനേഴ്സ്. എന്തല്ലേ, ഒരു ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ ആൾക്കാർ. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോയിട്ട് നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്ത് കിട്ടുന്നതിലും ഫാസ്റ്റായിട്ടാണ് ഇവിടുത്തെ ഫുഡുകളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്നത്. ഈ ഡിക്കോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു KFC പോലത്തെ ഒരു ഷോപ്പാട്ടോ. ഡിക്കോസ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ബ്രാൻഡാണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. എവിടെയാണ് മിയ മോളെ? മിയക്കുട്ടി എവിടെയാ? ഇവർ ഈ ടിക്ടോക്ക് നോക്കി ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ച് അവിടേക്കാണ് നമ്മൾ വരുന്നത്. വേർ ഓക്കെ. ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കണ്ടില്ലേ, എന്ത് വൈബ്. ഇവിടെ ഈ എന്തോ ഒരു അപ്പാർട്ട്മെൻറ്റുകളാണെന്ന് നോക്ക്. ചൈന ഇത്രയും പോപ്പുലേഷൻ ഉണ്ടെങ്കിലും ഇവരൊക്കെ സിറ്റി ബേസ്ഡ് ആയിട്ടാണ് താമസിക്കുന്നത് എന്നുള്ളത് നമ്മൾ ടിബറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ കണ്ട്. എന്തോരം വിജനമായ സ്ഥലങ്ങളാണ്, ഒരു ഇതും ഇല്ലാത്ത സ്ഥലങ്ങളല്ലേ. എത്ര സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ പോലും ഞാൻ കണ്ടിട്ടില്ല. അത്രയും കിലോമീറ്റർ കണക്കിന് വിജനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. ആളുകളൊക്കെ ഇരുന്ന് ഹോട്ട് പോട്ട് കഴിക്കുന്നത് കണ്ടില്ലേ, നോക്ക്. ഹോട്ട് പോട്ട് കടകളാണ് ഇഷ്ടം പോലെ. സിച്ചുവാൻ ഫുഡ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കഴിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ദിവസം രാവിലെ ഉണ്ടല്ലോ എരിഞ്ഞിട്ടേ കൊണ്ടാരം അടക്കും. ഇത് വൈബാണല്ലോ. ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ് ഐ നെവർ എക്സ്പെക്റ്റഡ്. ഇത് നോക്കിയേ, നമ്മൾ ചായക്കടയിലൊക്കെ ഇരുന്ന് ചായ പിടിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. ഓടിപ്പോളി കേട്ടോ. ഇത് അകത്തും വൈബാണല്ലോ. ലുക്ക് ഔട്ട്സൈഡ്. ഡു വി ഹാവ് സീറ്റ് ഔട്ട്സൈഡ്? Outside no have? Okay, then we sit inside. പട്ടിയും കൊണ്ടൊക്കെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വരുന്നതെങ്കിൽ അതാണെങ്കിൽ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും കുറച്ചു. അതിന് പരിചയമില്ലാത്ത 2 ബോങ്ങൾ കണ്ടല്ലോ. യെസ്, നമുക്ക് വി ഗോട്ട് സീറ്റ് ഔട്ട്സൈഡ്. ഇതിൻ്റെ അടിയിൽ ഗ്യാസ് കുറ്റിയൊക്കെ കണ്ടില്ലേ, ഇത് ഗ്യാസ് കുറ്റിയൊക്കെ ഇട്ട് ഇങ്ങനെ ചൂടാക്കി. ഇത് നമ്മൾ ഇന്നലെ ചായക്കട പോയപ്പം കണ്ടില്ലേ, ആ സെയിം മോളയുടെ കസേര, ബാമ്പുവിൻ്റെ കസേര. പക്ഷെ ഒരു ബലമില്ല കേട്ടോ ഇതിന്. ഒടിഞ്ഞ് ആടി താഴെ പോകും. ഇതെന്തോ ഇത് ഹോട്ട് പോട്ടിൻ്റെ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഓയിലാണ്. അതാ നമുക്ക് ഒരു ചൈനീസ് യുവതി അവിടെ നിന്ന് ചായ ഉണ്ടാക്കി തരുന്നു. നോക്കൂ, ഒരു തേയില പൊട്ടിച്ചൊഴിച്ചു. തേയില എന്ന് പറയുമ്പം പൊടിയല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇലയാണ്. പൊടി എന്ന് പറയുന്നത് ശരിക്കും തേയിലയുടെ ചണ്ടിയാണ്. അതാണ് നമ്മളെല്ലാവരും കുടിക്കുന്നത്. ശരിക്കും ഉണ്ടല്ലോ, എൻ്റെ വീട്ടിലടക്കം നമ്മൾ തേയില പൊടിയാണ് കഴിക്കുന്നത് ചായ ഉണ്ടാക്കാനായിട്ട്. അതല്ല ചായ. ശരിക്കുള്ള ചായ എന്ന് പറയുന്നത് തേയിലയുടെ ഇലയല്ലേ, തേയില എന്ന് പറയുന്നതിൻ്റെ ഇലയല്ലേ, ആ തേയിലയാണ് കുടിക്കേണ്ടത്. അത് വെച്ച് കുടിച്ചാലാണ് ശരിക്കും നല്ല അടിപൊളി ചായ കിട്ടുക. ചായ ഉണ്ടോ, ഇങ്ങനെ വേണം ചായ കുടിക്കാൻ. പാൽ ഒഴിക്കാൻ പാടില്ല, മധുരം ഇടാൻ പാടില്ല, എന്നാലേ ആ തേയിലയുടെ ഫ്ലേവർ കിട്ടുള്ളൂ. നമ്മളേ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തേ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വലിയൊരു ചീനച്ചട്ടിക്കകത്ത് ഇത് കൊണ്ട് വെച്ച് നോക്കി. ഇത് എന്തോരോ സംഭവം നോക്കി. പക്ഷെ എൻ്റെ ദൈവമേ, കണ്ടിട്ട് തന്നെ വായന വെള്ളം വരുന്നു. മൊത്തം മുളകാണ് കഴിച്ചതിനകത്ത് നോക്കി. ഇത് കണ്ടോ, ഇത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിനകത്ത് മുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെന്നൊക്കെ പറയുന്ന മുളകിൻ്റെ പരിപാടികളാണ്. എനിക്ക് ഫുൾ മുളകാണ്. അതിനകത്ത് ഇനിയിപ്പോൾ ഇവരുടെ ഒരു വെള്ളം പോലത്തെ ഒരു സാധനമുണ്ട്.
ഇതൊക്കെ കൊണ്ടിടിക്കും കണ്ട. സൈർ ബൈ കപ്പലണ്ടിയും പിന്നെ പിക്കിൾഡ് സാധനങ്ങളും അതും ഇതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. വെറുതെ ആ ചൂട് വെള്ളമാണ് കേട്ടോ, ചൂട് വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇതിന് നമുക്കിവിടെ ഹീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ചൂടും തണുപ്പും എല്ലാം നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്യാസ് താഴെ ഇരിക്കുകയാണ്. എടുത്ത് അങ്ങോട്ട് ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കിടന്ന് തിളയ്ക്കും. എന്നിട്ട് ഇതിനകത്ത് ഇനി പച്ചക്കറിയും വേറെ ഇറച്ചിയും സംഭവങ്ങളൊക്കെ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ അതിനകത്തിട്ട് മുക്കി വേവിച്ച് എടുത്ത് കഴിക്കും. ഏതോ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ അവിടുത്തെ 2ാമത്തെ 3ാമത്തെ നിലയിൽ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. കണ്ടോ, ആ ഹോട്ട് പോട്ട് കഴിക്കാനുള്ള സോസാണ് ഈ കാണുന്നത്. നമുക്ക് ഈ ഹോട്ട് പോട്ടിൽ വേവിച്ച സാധനങ്ങൾ ഈ സോസിനകത്ത് മുക്കി വേണം നമ്മളെടുത്ത് കഴിക്കാനായിട്ട്. അവർ നേരത്തെ ഇട്ട ആ തേയില കണ്ടില്ല, ആ തേയില വികസിച്ച് വലിയ ഇലയായി മാറി. ഇപ്പോൾ കണ്ടോ, ഉണങ്ങിയ ഇലയായിരുന്നു കണ്ടോ, അതിപ്പോൾ വികസിച്ച് വലിയ ഇലയായി മാറി. ഇതിങ്ങനെ കുടിക്കണം, നല്ല ടേസ്റ്റാണ്, ഗ്രീൻ ടീ പോലെ. നല്ലതാണോ? അങ്ങനെ നമ്മുടെ സാധനങ്ങൾ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇത് എന്താ സംഭവം? ചിക്കനാണെന്ന് തോന്നുന്നല്ലേ? ഇത് ചിക്കനാണ്. പിന്നെ കാടമുട്ട, അത് ബീഫ്, പിന്നെ അത് വേറൊരു സാധനം. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ എടുത്തിട്ട് ഇതിനകത്തിട്ട് ഇളക്കി വേവിച്ച് കഴിക്കണം. ഇവർ വളരെ കുറച്ചേ വേവിക്കുകയുള്ളൂ, നമ്മൾ കുറച്ച് കൂടുതൽ വേവിക്കും. നീ ആണ്ട് ആ മുളകും നെയ്യും എല്ലാം കൂടെ ഉള്ള ആ സാധനം ഇട്ട് ഇളക്കി അവർ പേസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തോരം മുളക്, നിങ്ങൾ വിചാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കുമെന്ന്. പക്ഷെ അത്ര വലിയ എരിവൊന്നും ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാവുന്ന ഇതേ ഉള്ളൂ. ഭയങ്കര കളറല്ലേ. ഇതാണ് പച്ചക്കറികൾ, സ്പ്രൗട്ട്സ്, പിന്നെ എന്തോ സാധനം ഇല, പിന്നെ ബീൻസ്. നമ്മളിതെല്ലാം കൂടെ നമ്മൾ തന്നെ എല്ലാം പച്ചയ്ക്ക് വേണ്ടി തരും അല്ലേ. നമ്മൾ തന്നെ ഇതെടുത്ത് പുഴുങ്ങി വേവിച്ച് കഴിക്കണം. ഭയങ്കര രസമാട്ടോ ഇത് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട്, അടിപൊളിയാണ്. സംഭവങ്ങൾ കഴിഞ്ഞില്ല, വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇത് മീനല്ലേ? ആണോ? ബീഫാണോ? ബീഫ്. നമുക്കിത് ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ട് തന്നു. ഇതിട്ടില്ലെങ്കിൽ ഡ്രസ്സ് ചീത്തയാവും. ഇതിനു മുമ്പ് ഞാൻ ചൈനയിൽ വന്ന എത്ര ഫുഡ് ഇതേപോലെ കഴിച്ചിട്ട് എൻ്റെ ഡ്രസ്സ് ചീത്തയായിട്ടുണ്ടെന്നറിയാമോ? ഇതിങ്ങനെ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഡ്രസ്സിൽ ഉറപ്പാ വീഴും. ഇത് ഈ കൊച്ചുകുട്ടികൾക്ക് ബെബിടുന്ന പോലെ നമ്മളിതങ്ങ് ഇട്ടാൽ മതി. എടുത്തിട്ടെ സൈർ ബൈ ഓരോന്ന്. നമുക്കപ്പോൾ ഓരോരോ സംഭവങ്ങളായിട്ട് ഇതിനകത്തേക്ക് എടുത്തിടാം. ഇതിങ്ങനെ എടുക്കുക, ഇതിനകത്തേക്ക് ഇടുക, അതിങ്ങനെ കിടന്ന് തിളച്ചോളും. പിന്നെ കുറച്ച് സ്പ്രൗട്ട്സ് ഇതെടുക്കുക, ഇതിനകത്തേക്ക് ഇടുക, അതവിടെ കിടന്ന് തിളച്ചോളും. മുട്ട എടുത്തിട്ടോ, മുട്ട സംഭവങ്ങൾ എടുത്തിട്ടു. പിന്നെ നമുക്ക് ഈ കാണുന്ന ബീൻസ് സംഭവങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ എടുത്തിടാം. എല്ലാം കിടന്ന് തിളക്കട്ടെ. എൻ്റെ കയ്യിൽ ഓൾറെഡി തെറിച്ച് ഉണ്ടാ. ഇനി ഇതിനകത്തുനിന്ന് പെറുക്കി തപ്പലാണ് അടുത്ത പരിപാടി. പെറുക്കി തപ്പി നമ്മളിങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിടുക. ഇത് ബീഫ് ശ്രേയുണ്ടോ, എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് കഴിക്കാം. സംഭവം അടിപൊളി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായി മാറേണ്ടത് ചെറിയൊരു അപകടം മാറി. ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, നിങ്ങളും പ്രാർത്ഥിക്കാം. നാലോചിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നാലും ഇപ്പോഴും ആ ഞെട്ടൽ മാറിയിട്ടില്ല. സൈർ ബൈ ഇരുന്ന് സൈഡ് കംപ്ലീറ്റ് ഇടിച്ച് പപ്പടമാക്കി കളഞ്ഞു. എന്തായാലും നാളെ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കുൻമിങ്ങിലേക്കുള്ള യാത്രയാണ്. ഇവിടുത്തെ ഫാസ്റ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. 7 മണിക്കൂർ യാത്രയുണ്ട് ബുള്ളറ്റ് ട്രെയിനിൽ. അത് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കട്ടെ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല, എല്ലാം പെറുക്കി കൈ കൊള്ളവും കാര്യക്കാരൻ, അത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, സീ യു ഗൈസ് ടുമോറോ. അതുവരേക്കും ബൈ.